വീണ്ടും ഒരു വസന്തം കൂടി. ഭാഗം 8. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ഡോർ നോക്ക് ചെയ്യുന്നത് കേട്ട് നീലു വാതിൽക്കൽ വന്നു. അച്ഛനെയും ഏട്ടന്മാരെയും കണ്ട് നീലു ഒന്ന് പകച്ചു. നിന്റെ മനസ്സിലെന്താണ്? ചോദ്യവും ചോദിച്ചുകൊണ്ട് അച്ഛൻ റൂമിനുള്ളിലേക്ക് കയറി. ഇങ്ങനെ മുറിയടച്ച് സമരം ചെയ്യാൻ ഇപ്പോൾ എന്തുണ്ടായി? നിരഞ്ജൻ്റെ വക അടുത്ത ചോദ്യം. വരുന്ന ആലോചനകൾ വേണ്ടെന്ന് വെച്ച് സന്യസിക്കാനാണോ നിന്റെ തീരുമാനം? നിർമ്മലിൻ്റെ ചോദ്യവും കൂടി എത്തി. മുഖവും കുനിച്ച് നീലു അവരുടെ മുന്നിൽ നിന്നു. അപ്പോഴേക്കും ദിയയും അമ്മയും എത്തി. മുറിക്ക് പുറത്തുനിന്ന് തല അകത്തേക്കിട്ട് നോക്കി രണ്ടുപേരും. നീ ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ പറ്റില്ല നീലു. അച്ഛൻ്റെ സ്വരം ഉയർന്നു. നീലു ഞെട്ടി അച്ഛനെ നോക്കി. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ അത് പറ. അല്ലാതെ ഇങ്ങനെ വരുന്ന ആലോചനകൾ മുഴുവൻ വേണ്ടെന്ന് പറഞ്ഞാലോ? എൻ്റെ മനസ്സിൽ ഒരാളുണ്ട് അച്ഛാ. നീലുവിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് എല്ലാവരും അല്പസമയം അവളെ തന്നെ നോക്കി നിന്നു. അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും മുഖഭാവം മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. അത് മനസ്സിലാക്കിയ നീലു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള തിടുക്കത്തിൽ, ഈശ്വരമംഗലം തറവാട്ടിലെ കരുണാകര മേനോൻ്റെ ചെറുമകനാണ് സത്യപ്രകാശ്. ഈശ്വരമംഗലം തറവാടെന്ന് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സമാധാനം നിഴലിച്ചു. അവിടുത്തെ മാധവനങ്കിളിൻ്റെ മകനാണ് സത്യ. ബിസിനസ് ഫീൽഡിൽ അവർക്കുള്ള പ്രാധാന്യം ഈശ്വരമംഗലം തറവാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അച്ഛനും ഏട്ടന്മാരുടെയും മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ ഒരു കാര്യം നിന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്? ഇത്രയും ആലോചനകൾ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ നാണം കെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നിരഞ്ജ, ഇനി ഇത് വച്ച് താമസിപ്പിക്കേണ്ട. നാളെ തന്നെ നമുക്ക് അവിടെ വരെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാം. ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് മറ്റ് തടസ്സങ്ങളൊന്നും കാണില്ലെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം കൂടെ ഒന്ന് ഉറപ്പിച്ച് വയ്ക്കാം. റൂം വിട്ട് പുറത്തേക്ക് പോകാനായി അച്ഛനും ഏട്ടന്മാരും എഴുന്നേൽക്കുമ്പോൾ, അച്ഛാ, നീലുവിൻ്റെ പിൻവിളി എത്തി. എന്താ, ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛാ, അത് പിന്നെ സത്യയ്ക്ക് കുറച്ച് ദിവസം മുൻപൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ പോയതേയുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് അവിടം വരെ പോകണം. ആക്സിഡൻറ്റ് പറ്റി കിടക്കുമ്പോൾ പോയി കണ്ടതുമായി, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സംസാരിച്ചതുമായി. എന്നാൽ പിന്നെ നാളെ തന്നെ നമുക്ക് പോകാം. ആരെങ്കിലും വിളിച്ച് അറിയിക്കാൻ പറ്റുമെങ്കിൽ മോളൊന്ന് അറിയിച്ചേക്ക്. അവിടെയുള്ളവർക്ക് ഒന്നും അറിയില്ല ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ. മകളെ കനപ്പിച്ച് നോക്കി അച്ഛനും ഏട്ടന്മാരും റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വിവാഹക്കാര്യം ചിന്തിക്കുന്നത് പോലും ശരിയല്ല. സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് സത്യ ഇപ്പോൾ. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി എങ്ങനെയാണ് കടന്നു വരുന്നത്? അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും അത് അനുവദിക്കുമോ? ആലോചിച്ചിട്ട് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അച്ഛാ. മാധവൻ വിഷമത്തോടു കൂടി അച്ഛൻ്റെ മുന്നിലിരുന്നു. ഏട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. രവി ചേട്ടനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മക്കളുടെ അവസ്ഥ കണ്ടപ്പോൾ കരുണാകര മേനോന് വല്ലാത്ത വിഷമം തോന്നി. സത്യയുടെ കാര്യം ആലോചിക്കുമ്പോൾ അയാൾക്ക് സങ്കടമാണ്. വീട്ടിലുള്ളപ്പോൾ മുത്തശ്ശൻ്റെ പിന്നിൽ നിന്നും മാറാത്തവനാണ് ഇപ്പോൾ ഒരേ കിടപ്പ് കിടക്കുന്നത്. ശാരീരികവും മാനസികവുമായ ആ കുടുംബത്തിലെ എല്ലാവരും ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ്. സുമയാണ് ഇപ്പോഴും ഒരേ കരച്ചിൽ. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ പഴയ വീഡിയോസ് കാണിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം വളരെ കൗതുകത്തോടു കൂടി നോക്കിയിരിക്കും. ഏകദേശം 11 മണിയോടുകൂടിയാണ് ഈശ്വരമംഗലത്തേക്ക് വിക്രമനും മക്കളും എത്തിയത്. തുടർച്ചയായി കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ശബ്ദം കേട്ട് ലതയാണ് ഡോറ് തുറന്നത്. പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ട് അവൾ രവിയെ വിളിച്ചു. ഉമ്മർത്ത് നിൽക്കുന്ന അതിഥികളെ കണ്ട് രവി പുഞ്ചിരിച്ചു. അകത്തേക്ക് വരൂ. നിരഞ്ജനും നിർമ്മലും വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ചുറ്റും കണ്ണോടിച്ചു. പഴയ പ്രതാപം വിളിച്ചോതുന്ന രീതിയിൽ പണിതീർത്തിരിക്കുന്ന ആ വീട് ആഠ്യത്വവും ആഡംബരവും നിറഞ്ഞതായിരുന്നു. ഞാൻ വിക്രമക്കുറുപ്പ്. ഇതെൻ്റെ മക്കൾ നിരഞ്ജനും നിർമ്മലും. പാലക്കൽ, അതാണ് വീട്ടുപേര്. അപ്പോഴേക്കും മാധവൻ ഉമ്മർത്തേക്ക് വന്നു. ആരാ രവി ഇവരൊക്കെ? ഞാൻ പറയാം രവി. ഞങ്ങൾ വന്നത് മാധവനെ കാണാനാണ്. എനിക്കൊരു മകൾ കൂടിയുണ്ട്. ഇന്നലെയാണ് അവരെന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നിവിടെ വന്നതും. എൻ്റെ മകളും ഇവിടുത്തെ സത്യപ്രതാപും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇപ്പോഴാണ് അവളത് പറഞ്ഞത്. സത്യയ്ക്ക് എന്തോ ആക്സിഡൻ്റ് ആയെന്ന് നീല് പറഞ്ഞു. മാധവനും രവിക്കും അന്തം വിട്ടിരിക്കുകയാണ്. സത്യയ്ക്ക് പ്രണയമോ? നീ ഇനി എന്ത് പറഞ്ഞാലും ഇത് നടക്കില്ല നീലു. നിരഞ്ജൻ തീർത്ത് പറഞ്ഞു. അയാൾക്ക് ആരെയും അറിയില്ല. സ്വന്തം അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും ആ വീട്ടിലെ അംഗങ്ങളെ അവർ പറഞ്ഞു മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. അതൊഴിച്ചു കഴിഞ്ഞാൽ നിന്നെ പോലും അയാൾ തിരിച്ചറിയില്ല. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് നിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞു വിടുന്നത്?
നാളെ അയാൾക്ക് പൂർണ്ണമായി ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അപ്പോൾ അയാൾക്ക് ആവശ്യമായ നല്ല രീതിയിൽ പരിചരിക്കുന്ന ഒരു ഹോം നേഴ്സിനെയാണ്. അമ്മ അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അപ്പോൾ ഭാര്യയുടെ സ്നേഹവും പരിചരണവും നൽകി അയാളെ നോക്കാനും ശുശ്രൂഷിക്കാനും സത്യ ഒരു വിവാഹം കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതൊരിക്കലും നീലിമാക്കുറപ്പിനെ ആവില്ല. അച്ഛൻ പറഞ്ഞു നിർത്തുമ്പോൾ നീലുവിന് മറുത്തൊന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അച്ഛൻ റൂമിലേക്ക് കയറി പോകുമ്പോൾ അവൾ ആശ്രയത്തിനെന്നവണ്ണം നിരഞ്ജനെയും നിർമ്മലിനെയും നോക്കി. ഇല്ല നീലു, പണ്ട് മുതലേ നിൻ്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുള്ളവരാണ് ഞാനും ഇവനും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ അച്ഛനോടൊപ്പമാണ്. നിരഞ്ജനും നിർമ്മലിനെയും വിളിച്ച് മുറിയിലേക്ക് പോയി. അമ്മയും ഏട്ടത്തിയുമെങ്കിലും എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. എനിക്ക് സത്യയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കൽ സത്യ എന്നെ തിരിച്ചറിയും. നീലു കരച്ചിലിൻ്റെ വക്കോളം എത്തി. ഞങ്ങൾക്കതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ. നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് നിൻ്റെ ആങ്ങളെയും അച്ഛനും ചേർന്നാണ്. നിൻ്റെ ഉള്ളിലെ ആഗ്രഹം മനസ്സിലാക്കി അത് നടത്തിച്ചു തരുന്നതിന് വേണ്ടി തന്നെയാണ് അവർ അവിടെ പോയത്. പക്ഷേ സ്വയം തിരിച്ചറിയാത്ത അയാളുടെ കൈകളിലേക്ക് എന്ത് വിശ്വസിച്ചാണ് നിന്നെ പിടിച്ചേൽപ്പിക്കുന്നത്? എന്നോ തിരിച്ചു കിട്ടുമെന്നുള്ള ഓർമ്മകൾക്ക് വേണ്ടി നിൻ്റെ ജീവിതം ബലിയാടാക്കാൻ ഞങ്ങൾ ആരും ഒരുക്കമല്ല. അതുകൊണ്ട് മോൾ ഈ ബന്ധം മറക്കുന്നത് തന്നെയാണ് നല്ലത്. അമ്മേ, എനിക്കതിന് കഴിയില്ല. അവളുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അമ്മയും ഏട്ടത്തിയും പുറത്തേക്ക് പോയി. റൊട്ടീൻ ചെക്കപ്പിനായി സത്യയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ മുറിയിൽ തന്നെ അടച്ചിരിക്കുന്നത് കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. കുറച്ചുകൂടി അവനുമായി അടുത്തിടപഴകി പുറത്തേക്കൊന്ന് കൊണ്ടുപോകണം. അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്കും മറ്റും ശ്രദ്ധ തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മാത്രമേ അവനിൽ ഉറങ്ങിക്കിടക്കുന്ന ഓർമ്മകൾക്ക് ഉണർവുണ്ടാവുകയുള്ളൂ. അല്ലാതെ മെഡിസിനും കഴിച്ച് റുട്ടീൻ ചെക്കപ്പിനുമായി മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല. സത്യയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, അതെന്തായി? ഡോക്ടർ വിവരങ്ങൾ അറിയുന്നതിനായി എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഡോക്ടറോട് പറയാനിരിക്കുകയായിരുന്നു. അവനൊരു പെൺകുട്ടിയുമായി ഇഷ്ടമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ആലോചനയുമായി വീട്ടിൽ വന്നു. സത്യയുടെ ആക്സിഡൻറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണ അവർക്കില്ലായിരുന്നത് കൊണ്ട് തന്നെ അവനെ കണ്ടപ്പോൾ ആലോചന അവിടെ അവസാനിച്ചു. ഡോക്ടർ സ്വബോധമില്ലാത്ത ഒരാളുടെ കൂടെ അവരുടെ മകളെ അയക്കില്ലെന്ന് പറഞ്ഞു. പറയുമ്പോൾ മാധവൻ്റെ തൊണ്ട ഇടറിയിരുന്നു. മാധവൻ ഇങ്ങനെ വിഷമിക്കരുത്. നിങ്ങളുടെ ഫാമിലി ഡോക്ടർ എന്നതിലുപരി ഞാനും കരുണാകരനുമായുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ. മേ കമിൻ ഡോക്ടർ? ഏസ്. അകത്തേക്ക് കയറി വന്ന ആളെ കണ്ട് മാധവൻ്റെയും രവിയുടെയും മുഖം വിടർന്നു. ആഹാ, മോളായിരുന്നോ? മാധവൻ്റെ ചോദ്യത്തെ അവളൊരു പുഞ്ചിരിയോടെ സ്വീകരിച്ചു. ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞു. റിസൾട്ട്, മെഡിസിൻ എല്ലാം വാങ്ങി പേഷ്യൻറ്റിനെ അടുത്ത മുറിയിലിരുത്തിയിട്ടുണ്ട്. ഓക്കെ ശ്രീനന്ദ. അവൾ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. മാധവ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ സത്യയ്ക്ക് വേണ്ടി ആലോചിക്കാൻ തോന്നാത്തത്? മാർത്താണ്ഡൻ ഡോക്ടറിൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ മാധവനും രവിയും മുഖത്തോട് മുഖം നോക്കി. എൻ്റെ അഭിപ്രായത്തിൽ ശ്രീനന്ദ വളരെ നല്ലൊരു കുട്ടിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകൾ. നിങ്ങൾ സാമ്പത്തികമാണ് നോക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ അവരുടെ പക്കൽ കുറവായിരിക്കും. പക്ഷെ കുടുംബപരമായി വളരെ നല്ല കുടുംബമാണ്. ഡോക്ടർ, സത്യമായി ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. മാത്രവുമല്ല, സത്യയുടെ ഈ അവസ്ഥയിൽ നമ്മൾ അവന് വേണ്ടി ഇങ്ങനെ ഒരു ആലോചനയുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. സ്നേഹിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ അവനെ തള്ളി പറഞ്ഞു. എന്തായാലും നിങ്ങൾ ഒന്ന് അവിടെ വരെ ചെന്ന് ശ്രീനന്ദയുടെ അച്ഛനുമായി സംസാരിച്ചു നോക്കൂ. ഒരു കാര്യം ഉറപ്പാണ് മാധവ, അവൻ്റെ ഓർമ്മകൾ തിരികെ വരും. പക്ഷേ അതിന് അല്പം സമയമെടുക്കും. എന്തായാലും സമാധാനത്തോടെ സത്യയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോ. എന്നിട്ട് അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കുക. എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു തീരുമാനത്തിലെത്തിയതിന് ശേഷം ശ്രീനന്ദയുടെ വീട്ടിലേക്ക് പോയി അവളുടെ അച്ഛനുമായി സംസാരിക്കുക. എൻ്റെ മനസ്സ് പറയുന്നു ഇത് നടക്കുമെന്ന്. പുതിയ പ്രതീക്ഷയോടുകൂടിയാണ് മാധവനും രവിയും സത്യയും കൂട്ടി വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയ പാടെ ഡോക്ടർ പറഞ്ഞ കാര്യം അച്ഛനുമായി ചർച്ച ചെയ്തു. ശ്രീനന്ദയുടെ കാര്യം കേട്ടപ്പോൾ തന്നെ അച്ഛൻ്റെ മുഖത്തുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നല്ലൊരു ദിവസം നോക്കി ശ്രീനന്ദയുടെ വീട്ടിൽ ചെന്ന് അവരോട് സംസാരിക്കാം. അവരുടെ ഒരേ ഒരു മകളാണ്. ഈ ആലോചനയെ അവർ എത്രത്തോളം നന്നായി സ്വീകരിക്കുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവർ അപമാനിക്കാം. അത് കൊള്ളാനും നമ്മൾ തയ്യാറായിരിക്കണം. കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അത്തരത്തിലുള്ള ഒന്നാണ്. സുമയ്ക്കും ലതയ്ക്കും നന്ദുവിനും കാര്യം അറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി.
സാരെങ്കിലും ആ വാർത്ത സന്തോഷം നൽകുന്നതായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ദുവിന് വീട്ടിൽ പിടിപ്പത് പണിയായിരുന്നു. അന്നവൾക്ക് ഓഫാണ്. ഇന്നലെ വരെ നൈറ്റ് ഡ്യൂട്ടിയും. രാവിലെ തന്നെ അലക്കാനുള്ള തുണികളുമായി വീടിനടുത്തുള്ള പുഴയിലേക്ക് പോവുകയാണ്. സോപ്പ് പൊടിയും സോപ്പും എല്ലാം പ്രത്യേകം കവറിലാക്കി നനയ്ക്കാനുള്ള തുണികൾ ബക്കറ്റിലേക്ക് വെച്ച് ഒതുക്കുകൾ ഇറങ്ങി അവൾ. ശാന്തമായി ഒഴുകുന്ന പുഴയെ നോക്കി അല്പനേരം ഇരുന്നു. ബക്കറ്റിൽ നിന്നും തുണികളെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചു നന്ദു. തുടരും.